നമസ്കാരം. പ്രധാന വാർത്തകൾ. ശക്തമായ മഴ. ഇന്ന് 6 ജില്ലകളിൽ യെല്ലോ അലർട്ട്. സംസ്ഥാനത്ത് മഴ ശക്തമാകുമെന്ന് മുന്നറിയിപ്പ്. ഞായറാഴ്ച 6 ജില്ലകളിൽ യെല്ലോ അലർട്ട് പുറപ്പെടുവിച്ചു. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയത്. തുലാവർഷമായതിനാൽ ഉച്ചയ്ക്ക് ശേഷം ഇടിവെട്ടിയുള്ള മഴയ്ക്കായിരിക്കും സാധ്യതയെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. മലയോര മേഖലയിലും വനത്തിലും കൂടുതൽ മഴ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. അജിത് കുമാറിനെതിരെ ഇന്ന് നടപടിക്ക് സാധ്യത. ADGP MR അജിത് കുമാറിനെതിരെ നടപടിയിൽ ഇന്ന് തീരുമാനമുണ്ടായേക്കും. ADGPക്കെതിരായ ആരോപണങ്ങളിൽ DGPയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്നലെ രാത്രി സർക്കാരിന് സമർപ്പിച്ചിരുന്നു. RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ചയിൽ ADGPയുടെ വിശദീകരണം തള്ളിയാണ് റിപ്പോർട്ട്. സ്വകാര്യ സന്ദർശനമെന്ന ADGPയുടെ വിശദീകരണത്തിൽ സംശയങ്ങളുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു. ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തി. കൊലയ്ക്ക് പിന്നിൽ തർക്കം. കാസർഗോഡ് അമ്പലത്തറ കണ്ണോത്താണ് ഭാര്യയെ ഭർത്താവ് കൊലപ്പെടുത്തിയത്. 40 വയസ്സുകാരിയായ ബീനയാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. സംഭവത്തിൽ ഭർത്താവ് ദാമോദരൻ പോലീസ് കസ്റ്റഡിയിലായി. ഇരുവരും തമ്മിൽ തർക്കം നടന്നിരുന്നു. പിന്നാലെയാണ് കൊലപാതകം നടന്നതെന്നും പോലീസ് പറഞ്ഞു. സംഭവത്തിൽ പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കൊച്ചി എടയാർ വ്യവസായ മേഖലയിൽ പൊട്ടിത്തെറി. ഒരാൾ കൊല്ലപ്പെട്ടു, 3 പേർക്ക് പരിക്ക്. എടയാർ വ്യവസായ മേഖലയിൽ പ്രവർത്തിക്കുന്ന കമ്പനിയിൽ പൊട്ടിത്തെറി. ഒഡീഷ സ്വദേശി മരിച്ചതായാണ് വിവരം. 3 പേർക്ക് പരിക്കേറ്റെന്നും വിവരമുണ്ട്. മൃഗക്കൊഴുപ്പ് സംസ്കരിക്കുന്ന കമ്പനിയിലാണ് പൊട്ടിത്തെറി ഉണ്ടായത്. സ്റ്റൗ പൊട്ടിത്തെറിച്ചെന്നാണ് പ്രാഥമിക വിവരം. ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി. CPM പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി, 7 പേർക്ക് പരിക്ക്. എറണാകുളം തൃപ്പൂണിത്തറയിൽ CPM പ്രവർത്തകർ ഏറ്റുമുട്ടി. സാമ്പത്തിക ക്രമക്കേടിനെ ചൊല്ലി ഉയർന്ന തർക്കമാണ് ഏറ്റുമുട്ടലിൽ കലാശിച്ചത്. പാർട്ടി പ്രവർത്തകർ ചേരിതിരിഞ്ഞ് ഏറ്റുമുട്ടുകയായിരുന്നു. ലോക്കൽ കമ്മിറ്റി യോഗത്തിന് ശേഷമാണ് ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരടക്കം ഏറ്റുമുട്ടിയത്. 7 പേർ ആശുപത്രിയിൽ ചികിത്സ തേടി.